ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷൻ. നമ്മുടെ ഫോണിനെ കംപ്ലൈന്റ് ആക്കുന്ന അല്ലെങ്കിൽ തകരാറിലാക്കുന്ന അല്ലെങ്കിൽ ചീത്തയാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് പോവുക അല്ലെങ്കിൽ സ്പീഡ് പോവുക, നെറ്റ് വളരെയധികം ലാഗായി കളിക്കുക, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പൊ നമ്മൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോണിന്റെ സ്പീഡ്, പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇരട്ടിയിലധികം നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും. നമ്മൾ കാലക്രമേണ നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പല പല കാര്യങ്ങൾ ചെയ്തൊക്കെ ഇവിടെ അടിഞ്ഞു കൂടിയിട്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതെങ്ങനെ ഒഴിവാക്കാന്നുള്ളത്, നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് എങ്ങനെ കൂട്ടാന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കാരണം അവർക്ക് ഈ ഒരു കാര്യം സൊല്യൂഷൻ അറിയില്ലെങ്കിൽ അവർക്കും അത് യൂസ്ഫുൾ ആയിട്ട് മാറും. വീഡിയോയിലേക്ക് കടക്കാം. മൊബൈൽ ഉപയോഗിക്കുന്ന നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോൺ വളരെയധികം ഹാങ് ആവുക, അല്ലെങ്കിൽ നെറ്റ് പെട്ടെന്ന് തീർന്നു, അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിനായി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ്. ഇത് എല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങളുടെ ഫോൺ പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഒക്കെ ചെയ്തു നോക്കുക. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. താഴെ വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ്, അതിൽ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ചാനൽ നോക്കിയാൽ കാണാം. ഇവിടെ നമുക്ക് വേണ്ടത് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആക്സസിബിലിറ്റിന്റെ തൊട്ട് താഴെ സൈറ്റ് സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഓൾ സൈറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ ഓൾ സൈറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ ക്രോം വഴി നമ്മൾ ബ്രൗസ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതിന്റെ എല്ലാ കുക്കീസ് ഫയലുകളും നമുക്ക് ഇവിടെ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എത്രയാ ഉള്ളത് നിങ്ങൾ നോക്കൂ. കാരണം ഞാൻ കുറെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ഇത്രത്തോളം ബാക്കിയുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫോണിൽ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇത്രത്തോളം, ഏകദേശം ഒരു 10 GB 20 GB അടുത്തൊക്കെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് നമ്മുടെ നെറ്റ് ഏറ്റവും കൂടുതൽ ലാഗ് ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്യുക. ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ നമുക്ക് ഡാറ്റ സ്റ്റോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡാറ്റ സ്റ്റോർഡ്, ആ ഡാറ്റ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെ ഡിലീറ്റ് ഓൾ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അപ്പൊ നമുക്ക് ഇത്രയും കാലം നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ സൈറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടു 1.6 GB നമുക്ക് ഇതിന്ന് ഒഴിവായിട്ട് നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ അതിനനുസരിച്ച് നമ്മുടെ ഫോണിന്റെ പെർഫോമൻസും കൂടും. പക്ഷെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഏതെങ്കിലും സൈറ്റിലൊക്കെ നമ്മൾ ഓൾറെഡി പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്തായി പോകും, നഷ്ടമാവും എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സിൽ തന്നെ പോയതിനു ശേഷം നമുക്ക് ഇവിടെ ആ സെറ്റിംഗ്സ് ഒന്നുകൂടി കാണിച്ചു തരാം. ജസ്റ്റ് ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞിട്ട് ആ സെറ്റിംഗ്സിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സിന്റെ ഏറ്റവും മുകളിലായിട്ട് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അല്ലെ. ആ ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ സെർച്ച് ചെയ്തിരിക്കുന്ന എല്ലാ ഹിസ്റ്ററിയും കണ്ടില്ലേ. ഞാനിവിടെ നോക്കിയിരിക്കുന്ന ഗൂഗിളിലും യൂട്യൂബിലൊക്കെ നോക്കിയിരിക്കുന്ന എല്ലാ ഹിസ്റ്ററിയും നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ഡിലീറ്റ് ബ്രൗസിംഗ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയാൽ നമുക്ക് ഇവിടെ കാണാം ടൈം റേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഏത് കാലയളവാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് ലാസ്റ്റ് 15 മിനിറ്റ് ആണെങ്കിൽ, അല്ലെ ലാസ്റ്റ് 1 മണിക്കൂർ ആണെങ്കിൽ, അല്ലെ ലാസ്റ്റ് 24 മണിക്കൂർ, ലാസ്റ്റ് 7 ഡേയ്സ്, ഇവിടെ ഞാൻ ഓൾ ടൈംസ് ആണ് കൊടുക്കുന്നത്. അതായത് നിങ്ങൾ ഫോൺ വാങ്ങിയിട്ട് ഇത്രയും കാലമുള്ള എല്ലാ ഹിസ്റ്ററിയും ഡിലീറ്റ് ആയിപ്പോയി. കാരണം അത്രത്തോളം നമുക്ക് നമ്മുടെ ഫോണിൽ സ്പേസ് ലാഭിക്കാൻ പറ്റും. നമ്മുടെ പെർഫോമൻസ്, ഫോണിന്റെ പെർഫോമൻസ് അതുവഴി കൂട്ടാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ചെക്ക് ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ സേവ്ഡ് പാസ്വേഡ്സ്, നമ്മൾ കുറെ പാസ്വേഡുകളൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും പോകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടിക്കൊക്കെ ഒഴിവാക്കുക. അങ്ങനെ നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടത് അത് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ പെർഫോമൻസും അതുവഴി നിങ്ങൾക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനേക്കാണ് കുറച്ചുകൂടി സ്പേസും നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങളൊന്ന് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഫോൺ ഉപയോഗിച്ച പോലെ തന്നെ. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഇത്രത്തോളം കാര്യങ്ങളിലുള്ള ഏതെല്ലാം സൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സൈറ്റുകളിൽ ഡാറ്റയും ഒക്കെ പോകുന്നു പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും പോകണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻസൽ കൊടുക്കാം. പോകണമെന്നുണ്ടെങ്കിൽ ആ ടിക്ക് മാർക്ക് ഒന്ന് നോക്കിയതിനു ശേഷം ജസ്റ്റ് ഡിലീറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഫോണിന്റെ പെർഫോമൻസ് ഇരട്ടിയിലധികം കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും.